ദയവായി വളരെ സ്പീഡ് കുറച്ച് സൈഡിൽ കൂടെ പോവുക. ഓക്കെ, ഇരുട്ടൂത്തി ഭീകരമായിട്ടുള്ള ഫൈനൽ മത്സരത്തോടുകൂടി 67ാമത് മുംബൈ ജനകീയ ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ മത്സരം ആരംഭിക്കുന്നു. ഒന്നാം ട്രാക്കിലുള്ള ജലറാണി, രണ്ടാം ട്രാക്കിലുള്ള കുറുപ്പുവർണ്ണൻ, മൂന്നാം ട്രാക്കിലുള്ള റാണിയൻ. ആരാണ് ജലറാണിയുമായി കണ്ടുവരുന്നത്? 11ാം നമ്പർ വെള്ളം പ്രമോദ് കൊടിപ്പന്റെ ക്യാപ്റ്റനായി TBC കുട്ടനാട് തലയുടെ ജലറാണി ഒന്നാം ട്രാക്കിലൂടെ കണ്ടുവരുമ്പോൾ രണ്ടാം ട്രാക്കിലുള്ള കുറുപ്പുവർണ്ണൻ ദേശീയ നമ്പർ 12 പത്തായിരത്തിലെ ആന്റണി ക്യാപ്റ്റൻ കൊണ്ടാക്കൽ ബോട്ട് ചിറകിലേറി കുറുപ്പുവർണ്ണൻ വരികയാണ്. നാടികേരാണ് മൂന്നാം ട്രാക്കിലൂടെ ബിപിൻ മാധവൻ ക്യാപ്റ്റൻ വേൽപ്പാടം ബോട്ട് 13ാം നമ്പർ വള്ളം ജലറാണി സാധാരണ പാർവ സ്വദേശിയുടെ വള്ളം 2015 നെഹ്റു ട്രോഫി മൂന്നാം സ്ഥാനം നേടിയ വള്ളം. ഇവിടെ 2015 വിജയിച്ച വള്ളം പാലക്കാട് CBL 2022 വിജയിച്ച ജലറാണി ഇതാ അല്പം മുമ്പിലേക്ക് കുതിക്കുന്നുണ്ടോ? ഇല്ല. കുറുപ്പുവർണ്ണൻ മുട്ടാറും KP കുഞ്ഞുമോന്റെ ഉടമസ്ഥതയിലുള്ള വള്ളം 84 വർഷം മുമ്പ് ചങ്ങനാശ്ശേരി കമലാസൻ നിർമ്മിച്ച ചുരുളൻ വള്ളം. അത് 2015 B ഗ്രേഡ് ഇരുട്ടൂത്തി വള്ളമായി മാറിയ ചരിത്രമുണ്ട്. 2012 ചുരുളനായി നെഹ്റു ട്രോഫി വിജയിച്ചു. 2015 മൂലം മുതൽ അത് ഇരുട്ടൂത്തി B ഗ്രേഡ് ആകുമ്പോൾ കുറുപ്പുവർണ്ണൻ സുന്ദരമായ രീതിയിൽ അല്പം ഈടെടുത്ത് കളിക്കുന്നുണ്ടോ? ഇല്ല. ദാനിയേലുണ്ട് മൂന്നാം ട്രാക്കിലൂടെ അല്പം പിമ്പിലാണ് ദാനിയേല്. 2007 വരെ കൊച്ചയ്യപ്പനായിരുന്ന വള്ളം നീലപേരൂർ സ്വദേശി CA കുരുവനയുടെ ഉടമസ്ഥരുടെ വള്ളം താഴത്തങ്ങാടിയിൽ 2000, 2001, 2004, 2005 വർഷങ്ങളിൽ കൊച്ചയ്യപ്പൻ എന്ന പേരിൽ വിജയിച്ചു. നെഹ്റു ട്രോഫി ദാനിയൽ എന്ന പേരിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കൊച്ചയ്യപ്പൻ എന്ന പേരിൽ ഹനുമാനുമായി കൊണ്ടുപോർക്കുന്ന കൊച്ചയ്യപ്പനുണ്ട്. അതിന്റെ പുതിയ രൂപമാണ് 2007 മുതൽ ദാനിയൽ. അപ്പർ കുട്ടനാട് 2024 ഈ അല്പം മുമ്പ് നടന്ന ജലോത്സവത്തിൽ 1ാം സ്ഥാനം നേടി ദാനിയൽ. ദാനിയലെ നിങ്ങൾ പിമ്പിയാണെന്ന് തോന്നുന്നു. രണ്ടാം ട്രാക്കിലെ കുറുപ്പുവർണ്ണനാണ് അല്പം വന്ന് മുന്നിലേക്ക് കൊതിക്കുന്നത്. 1ാം ട്രാക്കിലെ ജലറാണി ആ വിടുന്ന ജലത്തിലെ റാണിയാണ്. ജലറാണിയും 1, 2 ട്രാക്കിലെ കളം നിറഞ്ഞ പോരാട്ടത്തിന് മത്സരവേദിയാവുകയാണ്. ഇവിടെ സുന്ദരമായ രീതിയിൽ തെങ്ങോരകൾ പോലും നിശ്ചലമായി നിൽക്കുമ്പോൾ കുരവകളും കുടമണികളും പുല്ലാങ്കുടികളും കിന്നരവും ഒക്കെ എത്തിച്ചേരുമ്പോൾ ഈ നീരേറ്റുള്ള മാറി വീണ വെടിലാക്കണമെന്ന് തോന്നിയെടുക്കാൻ ശ്രമിക്കുന്ന കലാകാരന്മാരുടെ ഉജ്ജ്വലമായ പ്രകടനത്തിന് വേദിയാകുന്നു 1ാം ട്രാക്കിലെ ജലറാണി. അമ്പമ്പോ TBC കുട്ടനാടിന്റെ കരുത്തിൽ 2ാം ട്രാക്കിലെ കൊണ്ടാക്കൽ ബോട്ടപ്പും TBC കുട്ടനാടും ടൗൺ ബോട്ടം കുട്ടനാട് എന്തൊരു കരുത്താണ്. ജലറാണി നീ വരിക. ഇല്ല. കുറുപ്പുവർമ്മ 12ാം നമ്പരും 11ാം നമ്പരും പോരാടുന്നു. 12ാം നമ്പർ വള്ളം 2ാം ട്രാക്കിലൂടെ മധ്യഭാഗത്തെ കുറുപ്പുവർമ്മൻ. നമുക്കറിയാം മുട്ടാറും കൈതത്തോട് വള്ളങ്ങൾ നടക്കുന്ന പ്രധാന സംഘാടകന്റെ ഉടമസ്ഥയിലുള്ള വള്ളം. അദ്ദേഹത്തിന്റെ പിതാവ് 1988 വാങ്ങിയ വള്ളം കുറുപ്പുവർമ്മനായി. ആ ചുള്ളവെള്ളം ഇപ്പോൾ അത് ഇരുട്ടൂത്തി B ഗ്രേഡിന്റെ സുന്ദരമായ ഈ ഫൈനൽ മത്സരത്തിൽ 67ാമത് പമ്പ ജനകീയ ട്രോഫിയുടെ ഇരുട്ടൂത്തി B ഗ്രേഡിന് ഫൈനലിലേക്ക് ഇതാ 1, 2, 3 കുതിക്കുന്നു. കുതിച്ചു പായുന്ന ചിറകുവെച്ച സർപ്പങ്ങളെ പോലെ അവര് വരികയാണ്. ഇതാ ജലറാണിയും കടന്നു വരുമ്പോൾ നമ്മുടെ ദാനിയേൽ പയ്യെ കൊത്തി അവരിങ്ങനെ വരികയാണ്. കൊച്ചു പിള്ളേരാണ്. ഓണക്കാലം കഴിഞ്ഞു. നാളെ സ്കൂൾ തുറക്കുകയാണ്. ഓണമൊക്കെ കഴിഞ്ഞ് അധ്യാപകനായി എനിക്കറിയാം. അതുകൊണ്ട് ഇന്ന് അവർ തുഴഞ്ഞ് അവരുടെ ക്ഷീണമൊക്കെ മാറ്റിയിട്ട് നാളെ രാത്രി ഉറങ്ങിയിട്ട് അവരൊക്കെ പോകും. ഇതാ ദാനിയേലും പഴയ പ്രൗഢിയായ കൊച്ചയ്യപ്പൻ ഇപ്പോഴത്തെ രൂപം അവർ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ സംഘാടകരെ ഒന്ന് പരിചയപ്പെടുത്താം. ഇന്നത്തെ സ്റ്റാർട്ടേഴ്സായി ശ്രീ ടോം ജോസഫ് ചീഫ് സ്റ്റാർട്ടർ, ശ്രീ PA എബ്രഹാം NTPR. ഇവർ രണ്ടുപേരും NTPR ഒഫീഷ്യൽസ് ആണ്. സ്റ്റാർട്ടിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത്.